ഇതാട്ടാ ഞാൻ രാവിലെ പറഞ്ഞ ആ സർപ്രൈസ്. ഒറ്റ നോട്ടത്തിൽ കണ്ട് എന്ത് പറയും, നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് അല്ലേ? പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ സംഭവം കേക്കാന്ന് മനസ്സിലായില്ല. അപ്പോൾ ആദ്യം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിന്നിൽ കേക്ക് ഉണ്ടാക്കണ പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ തേച്ച് A4 ഷീറ്റ് വെച്ചാലും മതി കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ഐറ്റം ദേ ഇതാണ്. റാഗിപ്പൊടി കൊണ്ടാണ് ഞാൻ ആ കേക്ക് ഉണ്ടാക്കി. ആരെങ്കിലും പറയുമോ? അപ്പോൾ ദേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 1 കപ്പ് റാഗിപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ അരിച്ചോട്ടാ. ഇതിൽ ഞാൻ പറഞ്ഞില്ല, അംഗനവാടിക്ക് ഇങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോകണ കാരണം കൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട്. വേണമെങ്കിൽ മൈദ ഇടാം. പിന്നെ കൊക്കോ പൗഡർ ഒരു ചോക്ലേറ്റിന് ടേസ്റ്റും കിട്ടിക്കോട്ടെ, പിള്ളേർക്ക് കഴിക്കാനും കൂടി വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതേ 3 പ്രാവശ്യം നന്നായി അരിച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ വേറൊരു പാത്രത്തേക്ക് 2 മുട്ട, ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് ആദ്യം ചെറുതായി ബീറ്റ് ചെയ്തിട്ട് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയായിട്ട് എടുക്കണേ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്യാം. അപ്പോൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്തതാണല്ലോ, 1/4 കപ്പ് പഞ്ചസാര എടുത്ത് അത് നന്നായി പൊടിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതും നന്നായി മിക്സിയിൽ അടിച്ച് പതപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് ചെയ്താലും സെറ്റ് ആവട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് പാലെടുത്തിട്ട് ഫ്രിഡ്ജിലായതുകൊണ്ട് തണവ് വിടാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി ബീറ്റ് ചെയ്തതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്നെ ഒഴിക്കണം കേട്ടോ. അത് ഒഴിച്ച് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിട്ട്. അത് മിക്സിയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാനേ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കട്ടി കൂടുന്നതിനനുസരിച്ച് പാൽ ഒഴിക്കുക. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ ഒരു ഇതിലിട്ടാ കണ്ട ഈ ഒരു പാകത്തിൽ നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിക്കുക. അപ്പോൾ എടുത്ത പാൽ മുഴുവൻ ഒഴിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു പാകം നോക്കി ഒഴിക്കുക. പിന്നെ ഒന്നുമില്ല, നമ്മൾ ആ ബട്ടർ പേപ്പർ തേച്ച് വെച്ചില്ല അതിലേക്ക് നമ്മൾ ഒഴിക്കുക. കേക്ക് ഉണ്ടാക്കുന്ന സെയിം രീതികളൊക്കെ നന്നായി തട്ടി അതിൽ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞു. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചിങ്ങനെ സാധനങ്ങൾ ഉണ്ടായ കാരണം കുറച്ച് ചോക്കോ ചിപ്പ് ഇട്ടു. അപ്പോഴത്തേനും നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ, ഇപ്പോൾ ഏത് പാത്രത്തിലാണ് അതിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളത് വെച്ച് 25 മിനിറ്റ് എനിക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ. സംഭവം സെറ്റായി. പക്ഷെ ഇത്തിരി എൻ്റെ ഒരു ഇതിങ്ങനെ പൊട്ടിപ്പോയി. അതെന്താണെന്ന് അറിയില്ല, റാഗിപ്പൊടി ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിങ്ങനെ പൊട്ടിപ്പോയി. അപ്പം ഞാൻ മുറിക്കാണ്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചേ. പിന്നെ പൊട്ടിപ്പോയിപ്പോൾ അതങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ലല്ലോ. പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട്. എൻ്റെ പിള്ളേർ റാഗിയൊന്നും കഴിക്കാത്തതാണ്, പക്ഷെ അവരൊക്കെ നന്നായി കഴിച്ചപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അംഗനവാടിയിൽ നിന്ന് ഈ പൊടിയൊക്കെ കിട്ടണതല്ലേ. അപ്പം എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞോളാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.